പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട ദൈവജനമേ, ജീവൻ്റെ കവാടം എന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് നമ്മൾ ഒരു വ്യക്തി വിശുദ്ധിയിൽ വിശ്വാസത്തോടെ സ്നേഹത്തോടെ സ്വർഗരാജ്യം ലക്ഷ്യം വെച്ച് ജീവിക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന പ്രതികൂലങ്ങളെ പ്രലോഭനങ്ങളെ എങ്ങനെ അതിജീവിക്കാം എന്നാണ് നമ്മൾ ചിന്തിക്കുക. ഈ ഭൂമിയിലെ വ്യക്തി അത് ആരായിക്കൊള്ളട്ടെ, ആ വ്യക്തി ഉപവാസത്തിലും പ്രാർത്ഥനയിലും ജീവിക്കാൻ തയ്യാറായാൽ, സ്വർഗത്തെക്കുറിച്ച് പ്രത്യാശ വെച്ച് ജീവിക്കാൻ തയ്യാറായാൽ അവനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്നുള്ളത് എതിർശക്തിയുടെ നെഗറ്റീവ് ശക്തിയുടെ വലിയൊരു പ്രാധാന്യമുള്ളൊരു വിഷയമാണ്. നമുക്കറിയാം, യേശു 40 ദിവസം ഉപവസിച്ചു പ്രാർത്ഥിച്ചു. അപ്പോൾ പ്രലോഭനം കൂടെ കടന്നു ചെന്നു. ഇന്ന് ഈ ഭൂമിയിൽ വിശുദ്ധരായ പലരും പ്രാർത്ഥന എത്രമാത്രം വർദ്ധിപ്പിക്കുവോ, ഈശോയുടെ അടുക്കുവോ, അപ്പോൾ പിശാച് അവിടെ അവൻ നിരവധി കെണികളൊരുക്കുന്ന, ചതികളൊരുക്കുന്ന, പ്രലോഭനങ്ങളൊരുക്കുന്ന ഒരു കാലഘട്ടമാണിത്. ഇന്ന് എവിടെ തിരിഞ്ഞു നോക്കിയാലും പാപത്തിൻ്റേതായ ഒരു ചാഞ്ചാട്ടം, തിന്മയുടേതായ ഒരു സ്വാധീനം, മ്ലേച്ഛതയുടേതായ ഒരു ആകർഷണം ഇന്ന് ഒരുപാട് വ്യക്തികളെ അവൻ അമ്മാനമാടിക്കൊണ്ടിരിക്കുകയാണ്. അതുവഴി യേശുപ്രിയ ദൈവജനമേ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വചനം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11:12 വചനം കേട്ടുകൊണ്ടാണ്. അവിടെ ഇങ്ങനെ പറയുകയാണ്, വിശുദ്ധ മത്തായി 11:12, സ്നാപകയോഹന്നാൻ്റെ കാലം മുതൽ സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് വിധേയമാണ്, ബലവാന്മാർ അത് കൈവശപ്പെടുത്തുന്നു. വളരെ ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ. ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ അതിശക്തമായ ബലമില്ലാതെ, പ്രാർത്ഥനയില്ലാതെ, ആ പരിശുദ്ധാത്മാവിൻ്റെ സഹായം സ്വീകരിക്കാതെ ഒരു വ്യക്തിക്ക് വിശുദ്ധിയോടെ ജീവിക്കാനൊന്നും സാധ്യമല്ല. അതുപോലെ നിരവധി പ്രലോഭനങ്ങൾ, പടിപടിയായി അവനെ അലട്ടുന്ന നിരവധി സഹനങ്ങൾ, നിരവധി അസ്വസ്ഥതകൾ ഒരു വ്യക്തിയെ അമ്മാനമാടുമ്പോൾ, ഒരു വ്യക്തി സ്വർഗത്തെക്കുറിച്ച് പ്രത്യാശയുള്ള വ്യക്തി, ജീവിതത്തിൽ എനിക്ക് സ്വർഗത്തിലെത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തി, ഉന്നതമായ ലക്ഷ്യം കൈവരിച്ച് ജീവിക്കുന്ന വ്യക്തി, അവൻ്റെ ആ വിശ്വാസം കാത്തുപരിപാലിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവനെ ശക്തിപ്പെടുത്തുന്നു, ബലപ്പെടുത്തുന്നു എന്നുള്ള വലിയ സത്യമാണ്. ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി സ്വീകരിക്കാതെ ഒരു വ്യക്തിക്കും അതിശക്തമായ പ്രാർത്ഥനയില്ലാതെ ഒരു ശക്തിക്കും വിശുദ്ധിയോടെ മുന്നേറാൻ സാധ്യമല്ല. അല്ലാത്ത പക്ഷം ജീവിക്കുന്ന കാണാം, വിശുദ്ധി എന്ന് തോന്നും, പക്ഷേ ഒരു മുഖംമൂടിയുടെ ജീവിതമായിരിക്കും അത്. ഉള്ളിൽ തീയ്, ഉള്ളിൽ പാപത്തിൻ്റെ വാസന, ഉള്ളിൽ പാപത്തിൻ്റെ ആഗ്രഹങ്ങൾ, പുറമേ ഒരു അഭിനയ ജീവിതം, വിശുദ്ധിയെന്ന് വിശ്വാസ ജീവിതമെന്ന് തോന്നിക്കുന്നതൊക്കെ ജീവിതം. എൻ്റെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ സാധിച്ചത് ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ടാണെന്ന് വളരെ അഭിമാനത്തോടെ പറയുവാൻ ഞാൻ തയ്യാറാവുകയാണ്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 24 വർഷമായി ഒരു ശാപദോഷത്തിന് വേണ്ടി കുമ്പസാരിക്കേണ്ടി വന്നിട്ടില്ല എന്ന് യേശു നാമത്തിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ അഭിമാനത്തോടെ പറഞ്ഞുകൊള്ളട്ടെ. പ്രിയ സഹോദരാ, മുൻകാലഘട്ടങ്ങളിൽ ശാപദോഷങ്ങൾ എൻ്റെ ജീവിതം സംഭവിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ യേശുവിൻ്റെ വചനം അറിഞ്ഞ് സ്വർഗത്തെക്കുറിച്ച് പ്രത്യാശ സ്വീകരിച്ച്, വിശുദ്ധിയെപ്പറ്റി, നിത്യജീവനെക്കുറിച്ച് പ്രത്യാശ സ്വീകരിച്ച ശേഷം എൻ്റെ ജീവിതത്തിൽ കഠിനമായ പാപങ്ങൾക്ക് ഇന്ന് സ്ഥാനമില്ല. പിന്നെ ലഘുവായ പാപങ്ങളുണ്ട്. ആഴ്ചകളിൽ ഞാൻ കുമ്പസാരിക്കാറുണ്ട്. നമ്മുടെ സീവർ ഖാൻ പട്ടാലേസിനോട് പറയാറുണ്ട്, ബ്രദർ ഔസപ്പിച്ച എന്നും കുമ്പസാരിക്കണമെന്നാണ് പറയുക. പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ വിശുദ്ധിയോടെ ജീവിക്കാൻ നമുക്ക് ദൈവം തരുന്ന ശക്തിയാണ് വിശുദ്ധ കുമ്പസാരവും വിശുദ്ധ കുർബാനയും. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അതിലൂടെ ആവസിച്ച് വേണം നമ്മൾ വിശുദ്ധിയിൽ മുന്നേറുവാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, 1 പത്രോസ് 5:7 ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങളുടെ ശത്രുവായ പിശാച് അലർന്ന സിംഹത്തെപ്പോലെ ഓടി നടക്കുന്നു, ആരെ വിഴുങ്ങുണ്ടും നോക്കിക്കൊണ്ട്. നമ്മുടെ ശത്രു ആരാ? ഇന്ന് പിശാച. നമ്മുടെ യുദ്ധം പിശാചിനെതിരെയാ, തിന്മയ്ക്കെതിരെയാ, പാപത്തിലേക്ക് നമ്മളെ നയിക്കുന്ന സാത്താൻ അലറുന്ന സിംഹം. നമുക്കറിയാം, അലറുന്നൊരു സിംഹം ഒരു കാട്ടുപോത്തിന് മേൽ ചാടി വീണ് അവനെ നശിപ്പിക്കുക, തിന്ന് തീർക്കുക. അതുപോലെ ഇന്ന് ഈ കേരളത്തിൽ, ഈ ലോകത്ത് ഒരുപാട് വ്യക്തിത്വങ്ങൾ ഇതാ സാത്താൻ്റെ നിരവധിയായ പ്രലോഭനങ്ങൾ കടിമപ്പെട്ടുകൊണ്ട്, പാപത്തെ താലോലിച്ചുകൊണ്ട്, അശുദ്ധിയിലും മ്ലേച്ഛതയിലും തെറ്റായ സ്നേഹബന്ധത്തിലും ജീവിക്കുന്ന സത്യം നമുക്കറിയാം. നമ്മുടെ ചുറ്റുമുണ്ട്, നമ്മളിലുണ്ട്. ആ ഒരു വലിയ കാര്യം ബോധ്യപ്പെട്ടുകൊണ്ട് പ്രിയ സഹോദരാ സഹോദരി, വചനം കേട്ട് ഈശോയെ അറിഞ്ഞ് നമ്മൾ പാപത്തെയും പാപ സന്തോഷങ്ങളെയും പാപ കൂട്ടുകെട്ടുകളെയും പാപ വരുമാനങ്ങളെയും വെറുത്തുപേക്ഷിക്കണമെങ്കിൽ ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ ആവാസം പ്രാർത്ഥനാപൂർവ്വം നമ്മൾ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. യേശു പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ പനക്ലച്ച് ഡിവൈൻ ധ്യാനകത്തിൽ ബഹുമാനപ്പെട്ട ജോർജ് പനക്ലച്ചോടൊപ്പം ശുശ്രൂഷ ചെയ്യുമ്പോൾ അവിടെ നിന്ന് എനിക്ക് കിട്ടിയൊരു ബോധ്യം എൻ്റെ ജീവിതത്തെ ഒരുപാട് സ്വാധീനിച്ചു. അച്ഛൻ്റെ പ്രസംഗത്തിൽ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചൊരു ഭാഗം അത് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഗുണമായി, മറ്റു പലർക്കും അതൊരു സുവിശേഷമായി മാറി എന്നുള്ളത് ഒരു സന്തോഷ വാർത്തയാണ്. ബഹുമാനപ്പെട്ട പനക്ലച്ച് ഇങ്ങനെ പറയുകയാണ്, ദൈവത്തെയും ധനത്തെയും ഒരുമിച്ച് സ്നേഹിക്കാൻ സാധ്യമല്ല. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 16:13, ദൈവത്തെയും ധനത്തെയും ഒരുമിച്ച് സ്നേഹിക്കാൻ സാധ്യമല്ല. സമാന്തര സുവിശേഷം എന്താ പറയുന്നത്? ദൈവത്തെയും മാമോനെയും. പണമെന്ന് പറഞ്ഞാൽ മാമോന, പിശാച, ഇത് രണ്ടും ഒരുമിച്ച് സ്നേഹിക്കാൻ സാധ്യമല്ല. പണം നമുക്ക് ആവശ്യമുണ്ട്, ജീവിതത്തിൽ ആഗ്രഹങ്ങളുണ്ട്, പണം വേണം. പക്ഷേ പണത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ദൈവത്തെ സ്നേഹിക്കാൻ സാധ്യമല്ല.
ആ പണത്തെ സ്നേഹിക്കുന്ന വ്യക്തി അവൻ അവസാനം ആ സ്നേഹിച്ച് അവൻ പണത്തിന് അടിമയാകുന്ന, ദൈവത്തെ തള്ളിക്കളയുന്ന ഒരുപാട് അനുഭവങ്ങൾ. ഇത് ആദ്യത്തെ 12 മെത്രാന്മാരിൽ ഒരുവനായ യേശു തന്നെ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ച് തിരഞ്ഞെടുത്ത 12 മെത്രാന്മാരിൽ ഒരുവനല്ലേ യൂദാസ്. ആ യൂദാസ് എന്ന മെത്രാനല്ലേ ഒരു നാൾ യേശുവിനേറ്റി കൊടുത്തത്. അത് ആ ധനാസക്തി ഉള്ളിൽ കയറി അവൻ പണത്തെ സ്നേഹിക്കാൻ തുടങ്ങി. പണപ്പെട്ടി അവൻ്റെ കയ്യിലായിരുന്നു. അവനതാ അവസാനം ഗുരുവിനെ ഒറ്റി. ഗുരുവിനെ ഒറ്റി എന്ത് സംഭവിച്ചു? അവൻ പോയി തൂങ്ങിച്ചെത്തു. പ്രിയപ്പെട്ടവർ, ഞാൻ ചിന്തിക്കാറുണ്ട്, എന്തിനാ യൂദാസിൻ്റെ കാര്യം ബൈബിൾ എഴുതിയിരിക്കുന്നത്? ഈ നെഗറ്റീവ് കാര്യങ്ങൾ എന്തിനാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത് എന്നൊക്കെ ഞാൻ ഒരു കാലത്ത് ചിന്തിച്ചെങ്കിൽ, ഇന്ന് എൻ്റെ ജീവിതത്തിൽ യൂദാസ് എനിക്കൊരു വലിയ ഗുണപാഠമാണ്. ഒരു ദിവസം ഈശോയോട് പറയുക, ഔസേപ്പച്ചാ, നീയും ബൈബിൾ പിടിച്ച് സുവിശേഷ വില ചെയ്യുന്നവനാ. നിൻ്റെ ജീവിതത്തിൽ ഒരുപാട് സമ്പത്തിൻ്റെ, സെക്സിൻ്റെ, മറ്റ് മദ്യത്തിൻ്റെയൊക്കെ പ്രലോഭനം ഉണ്ടാകാം. അവിടെ നീ ഈ യൂദാസിനെ പോലെ എന്നെ ഒറ്റക്കൊടുത്താൽ നീയും ഒരു ചാൺ കയറിൽ തീരും, നീയും ആത്മഹത്യ ചെയ്യേണ്ടി വരും, നിൻ്റെ ആത്മാവാണ് നഷ്ടപ്പെടുന്നത് എന്ന് ഈശോ അതിലൂടെ എന്നോട് സംസാരിച്ചു. പ്രിയ സഹോദരാ സഹോദരി, നമ്മുടെയൊക്കെ ജീവിതത്തിൽ വളരെയധികം ജാഗ്രത വേണം. ഒരു വ്യക്തി, ഒരു വിശ്വാസി വിശുദ്ധിയോടെ ജീവിക്കണമെങ്കിൽ വളരെയധികം ജാഗ്രത വേണം. അവൻ്റെ ജോലി, അവൻ്റെ പ്രവർത്തനം, അവൻ്റെ നോട്ടം, അവൻ്റെ ജീവിതം, അവൻ്റെ ഭക്ഷണം എല്ലാം വേണ്ടത്ര ക്രമീകരിക്കുന്നില്ലെങ്കിൽ അവൻ ഇന്നല്ലെങ്കിൽ നാളെ ഈ സാത്താൻ അടിമപ്പെടും. സാത്താൻ അവനെ അമ്മാനം പാടും. ഞാൻ ഓർക്കുകയാണ്, ഒരിക്കൽ ഒരു സുവിശേഷകൻ ഡിവൈൻ ധ്യാനത്തിൽ ധ്യാനിക്കാൻ വന്നു. ആലപ്പുഴ സ്വദേശിയായ വ്യക്തി 1990 ധ്യാനം കൂടി നവീകരണത്തിലേക്ക് കടന്നു വന്നു. 94 ശേഷം വചനപ്രഘോഷണ രംഗത്തേക്ക് കടന്നു വന്നു. വളരെ ശക്തമായി കർത്താവിൻ്റെ സുവിശേഷം പ്രസംഗിക്കുന്ന വ്യക്തി. 96 ധ്യാന കേന്ദ്രത്തിൽ ഞാനവിടെ ക്ലാസ് എടുക്കുമ്പോൾ ഒരു 4 സീറ്റിന് ബാക്കിലായിട്ട് നിൽപ്പുണ്ട്. വളരെ ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ട്, കണ്ണടച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ആദ്യം ശ്രദ്ധിച്ചെങ്കിൽ പോലും വീണ്ടും ഞാൻ ആ ജനത്തോട് ദൈവത്തിൻ്റെ സുവിശേഷം എല്ലാം പറഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ എൻ്റെ അടുത്തേക്ക് ഓടി വന്നു. അല്ല ഔസേപ്പച്ചൻ ബ്രദറെ, ഒന്ന് നിന്ന്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? സന്തോഷം, എനിക്ക് പേരറിയാം, വ്യക്തിപരമായിട്ട് പരിചയമുണ്ട്. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി, എന്താ കാര്യം? ആ ബ്രദർ എന്നോട് പറയുകയാണ്, എൻ്റെ ബ്രേക്ക് പോയി. ഞാൻ ഓർത്തു വാഹനത്തിൻ്റെ ബ്രേക്ക് പോയി. അല്ല, എൻ്റെ ആത്മീയ ബ്രേക്ക് പോയി. ഈ വ്യക്തിയോട് പറയുക, ഞാൻ 90-ന് മുമ്പ് പാപത്തിലും ലക്ഷ്യത്തിലും മദ്യത്തിലും ജീവിച്ച വ്യക്തിയാണ്. 90-ന് ശേഷം ഈശോ അറിഞ്ഞ് ഞാൻ 96 വരെ പിടിച്ചു നിന്നു. ഇതാ ഒരു 3 മാസമായി എൻ്റെ കണ്ണിന് ബ്രേക്കില്ല, എൻ്റെ കണ്ണിന് നിയന്ത്രണമില്ല, എൻ്റെ മനസ്സിന് നിയന്ത്രണമില്ല. മദ്യഷാപ്പിലേക്ക്, ബാറിലേക്ക് പോകണമെന്ന് തോന്നുക, പാപത്തിൻ്റെ ബ്ലൂ ഫിലിം കാണണമെന്ന് തോന്നുക. ഞാൻ പോയില്ല. മസിൽ പിടിച്ച് ജീവിക്കുക വ്യക്തി. ഒരു ക്രിസ്ത്യാനി മസിൽ പിടിക്കേണ്ടവനല്ല, പരിശുദ്ധാത്മാവിൻ്റെ ബലമില്ല, അവനിതാ മസിൽ പിടിച്ച് ജീവിക്കുന്നു. ഞാനിങ്ങനെ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈശോ ഒരു സന്ദേശം തന്നു. ഈ വ്യക്തി ഇതാ ഈ 3 മാസമായി സമ്പത്തിൻ്റെ അടിമയാണ്. ഞാൻ ചോദിച്ചു, എന്തെങ്കിലും സാമ്പത്തിക കാര്യങ്ങൾക്ക് അടിമയാണോ എന്ന്? ഒരു കള്ളത്തരം ചെയ്തിട്ടില്ല, ഒരു പാപം ചെയ്തിട്ടില്ല, അങ്ങനെയൊന്നുമില്ല ബ്രദറെ. ഞാൻ വീണ്ടും ചോദിച്ചു, സമ്പത്തിൻ്റെ അടിമയെന്ന് പറഞ്ഞാൽ പണം കൈക്കിട്ടിയെന്നല്ല ഞാൻ പറഞ്ഞത്, ഏതെങ്കിലും പ്രത്യേകമായ സാമ്പത്തിക കണക്കൂട്ടലുകൾക്ക് അടിമയാണോ? 8, 8, 16, 16, 16, 32 ഇങ്ങനെ ഒരു വ്യക്തി എന്ന് കണക്കൂട്ടാൻ തുടങ്ങുന്നു, അവൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സ്ഥാനത്ത് വിശ്വാസം കയറും. സമ്പത്ത് ആവശ്യമാണ്, കണക്കൂട്ടൽ ആവശ്യമാണ്. കിട്ടാനിരിക്കുന്ന പണത്തെക്കുറിച്ച് നമ്മൾ വ്യഗ്രതയും ആദി പൂണ്ട് പണത്തിന് വേണ്ടി നമ്മുടെ മനസ്സിനെ മാറ്റുമ്പോൾ ഈശോയ്ക്കടെ വസിക്കാൻ സാധ്യമല്ല. ഞാൻ അങ്ങനെ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ബ്രദറെ, അങ്ങനെ ഒരു ചെറിയ കാര്യമുണ്ട്. 3 മാസം മുമ്പ് എൻ്റെ ഗൾഫിലുള്ള ഭാര്യ എനിക്കൊരു എഴുത്തെഴുതി, നിങ്ങൾക്കിതാ 50,000 രൂപ ശമ്പളമുള്ള ജോലി ലഭിക്കാൻ പോകുന്നു, 6 മാസത്തിനകത്ത് ഉറപ്പാണ്. കേരളത്തിൽ 10,000 രൂപ ശമ്പളമുള്ള വ്യക്തി 50,000 ലഭിക്കുന്നു പറയുമ്പോൾ സന്തോഷിക്കും. ആര് സന്തോഷിക്കും? അയാളിങ്ങനെ കണക്ക് കൂട്ടി, 50, 50, 1 മാരുതി കാർ 1. ഇതാ അന്നത്തെ വിലയുള്ള മാരുതി കാറിന് വേണ്ടി അയാൾ കണക്ക് കൂട്ടിയ. വീണ്ടും വില കണക്കൂട്ടി, 50, 50, 1, 1, 1, 2, 2, 2, 4. ആലപ്പുഴ ടൗണിൽ ചെരിച്ചു വാർത്ത വീടൊന്ന്. പ്രിയപ്പെട്ടവരെ, വീട് നമുക്ക് വാങ്ങണം, കാറ് മേടിക്കണം, ഇതെല്ലാം ആവശ്യമാണ്. ഇന്ന് 6 മാസം കഴിഞ്ഞ് കിട്ടാനിരിക്കുന്ന പണത്തെക്കുറിച്ച് രാപകൽ ആ പണം പെരുക്കിക്കൊണ്ട്, അത് ഡബിളാക്കിക്കൊണ്ട്, ആ കണക്കൂട്ടലിൽ ഈ 16, 32, 74 കണക്കൂട്ടിക്കൊണ്ട് ഈ വ്യക്തി ജീവിച്ചപ്പോൾ യേശുവിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ് വിട്ടുപോയി. അവൻ ജഡികനായി തീർന്നു. ജഡികാര്യത്തിൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. അവൻ്റെ മനസ്സ് നിയന്ത്രണമില്ല. അവൻ്റെ മദ്യത്തിലേക്കും പാപത്തിലേക്കും ലക്ഷ്യത്തിലേക്കും അവൻ്റെ മനസ്സ് തിരിഞ്ഞു. ഞാനിങ്ങനെ പറഞ്ഞു, സഹോദര, നിങ്ങൾക്ക് ആ പഴയ ബ്രേക്ക് കിട്ടണമെങ്കിൽ ഒന്ന് ചെയ്യൂ. ധനമോഹം ഒരു വലിയ പാപമാണ്. ധനത്തോടുള്ള ഈ ആസക്തി ഒരു പാപമാണ്. അതിനെ ഓർത്ത് അനുദിപ്പിച്ച് ഒരു നല്ല കുമ്പസാരം നടത്തൂ, നിങ്ങൾ രക്ഷപ്പെടും. ഈ വ്യക്തി ഉടൻ തന്നെ തയ്യാറായി ആ ആഴ്ച തന്നെ കുമ്പസാരിച്ചു. ഇതേ കാര്യം പറഞ്ഞ് കുമ്പസാരിച്ചു. അതിന് താമസമില്ല, ഇല്ലെൻ്റെ കാഞ്ഞങ്ങാടേക്ക് വന്നു. ഔസേപ്പച്ചൻ ബ്രദറെ, എനിക്ക് പഴയ ബ്രേക്ക് തിരിച്ചു കിട്ടി. എൻ്റെ കണ്ണ് ഇപ്പോൾ ഈശോയെ കണ്ണ പാപത്തിലേക്ക് ഓടുന്നില്ല, എൻ്റെ മനസ്സ് ബാറിലേക്ക് ഓടുന്നില്ല, എനിക്ക് പഴയ ബ്രേക്ക് തിരിച്ചു കിട്ടി. ദൈവത്തിന് സ്തോത്രം. യേശുപ്രിയ സഹോദരാ സഹോദരി, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെ പ്രലോഭങ്ങൾക്ക് അടിമപ്പെട്ട് നമ്മൾ ഇന്നും നിരാശയിൽ കഴിയണ്ട.
നീ യേശുവിലേക്ക് വാ, നിത്യജീവനെക്കുറിച്ച് ചിന്തിക്ക്, സ്വർഗത്തെക്കുറിച്ച് ചിന്തിക്ക്. നിന്റെ ജീവിതത്തിൽ യേശുവിൻ്റെ പരിശുദ്ധാത്മാവ് നിന്റെ ബ്രേക്ക്, നിന്റെ ആത്മരക്ഷ ഉറപ്പുവരുത്തിക്കൊണ്ട് നിനക്ക് സമാധാനം തരും, നിനക്ക് ബ്രേക്ക് കിട്ടും, നിന്റെ ജീവിതത്തെ ദൈവം കയ്യിലേറ്റെടുക്കും. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, ഇതാ ബ്രേക്ക് പോയ പലരുടെയും സംഭവം നമുക്കറിയാം. ഇതാ വലിയ ബ്രേക്ക് നഷ്ടപ്പെട്ട ഒരു സ്ത്രീ ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട്. ഇന്ന് ഈ ഭൂമിയിൽ ഒരുപാട് ചെറുപ്പക്കാരെന്നല്ല, പ്രായമുള്ളവർ പോലും പറയുക, ബ്രദറേ എനിക്ക് പാപചിന്ത വരുന്നു, മ്ലേച്ഛ ചിന്ത വരുന്നു, എനിക്ക് എന്നെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, പള്ളിയിൽ പ്രാർത്ഥിക്കുമ്പോൾ പോലും, വിശുദ്ധരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ പോലും എനിക്ക് പാപചിന്ത ഉള്ളിൽ വരികയാണ്. യേശു പ്രിയപ്പെട്ട സൗരാസൗരി മറച്ചു വെച്ചിട്ട് കാര്യമില്ല. നമ്മളെല്ലാവരും ഒരുപാട് പേര് ഇന്നിതാ ഈ അടിമത്തത്തിൽ കഴിയുക, ഈ അടിമത്തത്തിൽ നമ്മളെ മോചിപ്പിക്കാനാണ് യേശു വന്നത്. പ്രിയ സഹോദരാ, ബൈബിൾ അതാ വളരെ വ്യക്തമായി പറയുന്നു. ഇതുപോലത്തെ ഒരു സ്ത്രീയുടെ സംഭവമാണ് അവിടെ പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ വാക്യങ്ങൾ വായിക്കൂ. അത് 14, 15, 18 എത്തുമ്പോൾ നമ്മൾ കാണുകയാണ്, അതാ ആ പാപിനിയായ സ്ത്രീ. ആ സ്ത്രീയുടെ പ്രത്യേകത എന്താ? ഇതാ ജഡിക ആസക്തിക്ക് അടിമ, മ്ലേച്ഛ ചിന്തയ്ക്ക് അടിമ. ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച, അക്കരെ നിൽക്കുമ്പോൾ ഇക്കരെ പച്ച. ഒരു ഭർത്താവിനോടൊപ്പം ജീവിക്കുന്നു. അവൾക്ക് തോന്നി അവൻ മറ്റവനാണ് മിടുക്കൻ, അവനാണ് എന്നെ കൂടുതൽ സ്നേഹിക്കുന്നത്, അവൻ്റെ കൂടെ ജീവിക്കാം. രണ്ടാമത്തിന് പുറകെ പോയി, തീർന്നില്ല. അപ്പോൾ അവൾക്ക് തോന്നി മൂന്നാമത്തനായിരിക്കും സുഖം, അവൻ്റെ കൂടെ പോയി, പറ്റിയില്ല, നാലാമത്തനാണ്, അഞ്ചാമത്തനാണ്. ഇങ്ങനെ ഓരോ നാൾ ഭർത്താക്കന്മാരെ മാറി 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 അവരോടൊപ്പം ജീവിക്കാൻ ആഗ്രഹിച്ച പെൺകുട്ടിയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ ഒരു ദുരവസ്ഥ മനസ്സിലാക്കിയ യേശു തമ്പുരാൻ ആ സിക്കാർ പട്ടണത്തിൽ യാക്കോബിനും കിണറ്റിൻകരയിൽ നട്ടക്കാട്ട് ഉച്ചയ്ക്ക് അപ്പേര് വെയിലത്ത് ആ ഒരു മകളെയും കാത്തിരുന്നില്ലേ? അവളോട് വന്നില്ലേ കുടവുമായി വെള്ളം കോരാൻ? അവളോട് യേശു പറഞ്ഞില്ലേ, നീ ഇപ്പോൾ കുടിക്കുന്ന വെള്ളം നീ കുടിച്ചാൽ നിനക്ക് ഇനിയും ദാഹിക്കും. 1, 2, 3, 4, 5, 6, 7, 8 ഈ ഒരു അവസ്ഥ, ഈ ഒരു ദുരവസ്ഥ എനിക്ക് നിനക്ക് ഉണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, യേശു അന്ന് അവൾക്ക് കൊടുത്ത വാഗ്ദാനം. അവളൊരു സുവിശേഷയായി മാറിയില്ലേ? അവൾ അശുദ്ധി മാറ്റിയില്ലേ? ആ പാപത്തിൻ്റെ കുടം യേശുവിൻ്റെ കൽക്കൽ വെച്ചില്ലേ? ആ സുവിശേഷം ഞാനും നിങ്ങൾ സ്വീകരിക്കണം. എന്താ അവൾ പറഞ്ഞത്? യേശു എന്താ അവളോട് പറഞ്ഞത്? മകളെ, നീ ഇപ്പോൾ കുടിക്കുന്ന ജലം നീ കുടിച്ചാൽ നിനക്ക് ഇനിയും ദാഹിക്കും. ഞാൻ തരുന്ന ജലം നിത്യജീവനെക്കുറിച്ചുള്ള ബോധ്യം, സ്വർഗത്തെക്കുറിച്ചുള്ള ബോധ്യം. ഒരു വിശുദ്ധിയാകണമേ എന്നുള്ള പ്രാർത്ഥന. യേശു പ്രിയപ്പെട്ടവരെ, അതിൻ്റെ സംഗ്രഹം ഇതാ. ഈശോയെ, നീ കുരിശിൽ പടഞ്ഞ് നേടിത്തന്ന ആ സ്വർഗത്തിൽ എനിക്ക് എത്തണം, പിതാവിനെ എനിക്ക് ആരാധിക്കണം, ആത്മാവിൽ സത്യത്തിൽ എനിക്ക് ആരാധിക്കണം. ഈ ഒരു ബോധ്യത്തോടെ ആ സ്വർഗത്തിൻ്റെ മുന്നാസ്വാദനം മനസ്സിൽ കണ്ടുകൊണ്ട് ആരൊക്കെ ദൈവത്തെ ആരാധിക്കുമോ, ആരൊക്കെ ദൈവത്തെ സ്തുതിക്കുമോ, ആ സ്വർഗസിംഹാസനത്തെ മനസ്സിൽ കാണുന്നവൻ അവൻ്റെ ജീവിതത്തിൽ നിന്ന് ഈ ദുഷ്ടചിന്ത വിട്ടുപോകും, മ്ലേച്ഛചിന്ത വിട്ടുപോകും. അവനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നയിക്കും. അവൻ്റെ കണ്ണിന്, അവൻ്റെ മനസ്സിന്, അവൻ്റെ ശരീരത്തിന് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ലഭിക്കും. പാപത്തിൻ്റെ സന്തോഷത്തിന് വേണ്ടി നെട്ടോട്ടം ഓടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. യേശു പ്രിയ സഹോദരന്മാരെ, എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു പച്ച പാപത്തിൻ്റെ അവസ്ഥ ഞാനിപ്പോൾ ഓർക്കുക. ഞാനൊരു ഡിവിനിലേക്ക് ശുശ്രൂഷയ്ക്കായി പോകുമ്പോൾ ട്രെയിനിൽ വെച്ച് AC ചെറുക്കാറിൽ യാത്ര ചെയ്യുമ്പോൾ കോഴിക്കോട് നിന്ന് ഒരു പെൺകുട്ടി ട്രെയിനിൽ കയറി. എൻ്റെ അടുത്ത സീറ്റാണ് അവർക്ക് കിട്ടിയ നമ്പർ. നല്ല സുന്ദരിയായ ഒരു 10-30 വയസ്സുള്ള പെൺകുട്ടി ആ ട്രെയിനിൽ കയറിയിരുന്ന് കരയുക. എൻ്റെ അടുത്ത സീറ്റിൽ പെൺകുട്ടി കരയുക. ഞാൻ കുറേ സമയമൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചു, ദൈവമേ ഇവളുടെ കരച്ചിൽ മാറ്റേ, ഇവൾക്ക് എന്താ സങ്കടം എനിക്കറിയില്ലല്ലോ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈശോ ചോദിച്ചു, ഈശോ എന്നെ കൊണ്ട് പറയിപ്പിച്ചു. ഞാൻ ചോദിച്ചു, എന്താ പേര്, എന്താ കരയുന്നത്? അവളുടെ വിഷമമില്ല എന്നോട് തുറന്ന് പറയുക. ഞാനത് പറഞ്ഞു, ഞാനിങ്ങനെ ഒരു ധ്യാനിപ്പിക്കുന്ന ആളാണ്, ഞാൻ പ്രാർത്ഥിക്കാം മോളെ, ഞാൻ പ്രാർത്ഥിക്കാം. അപ്പോൾ അവൾക്ക് കേൾക്കാൻ താല്പര്യമായി. വീണ്ടും അവളെല്ലാം ഷെയർ ചെയ്തു. അവളുടെ വിഷമങ്ങളും സങ്കടങ്ങൾക്കെല്ലാം ഉത്തരം കൊടുത്തു. ഞാൻ പറഞ്ഞു, മകളെ, നീ ഡിവൈനിൽ വന്നൊരു ധ്യാനം കൂട്, നിന്റെ സങ്കടം ഈശോ മാറ്റും. നീ ആ സ്നേഹിക്കുന്ന പുരുഷൻ നിന്നെ സ്നേഹിച്ചോ വഞ്ചിച്ചെങ്കിൽ ഇതാ നിന്നെ വഞ്ചിക്കാതെ ദൈവം നിനക്കുണ്ട്. ഞാൻ ഇവളോട് ഒരുപാട് ഉപദേശം കൊടുത്തു, ഒരുപാട് കർത്താവിൻ്റെ സ്നേഹം പറഞ്ഞു കൊടുത്തു, എൻ്റെ ജീവിത സാക്ഷിക്കാൻ പറഞ്ഞു കൊടുത്തു. അവൾക്കൊരു മാറ്റം വരാൻ ഞാൻ പ്രാർത്ഥിച്ചു. ഇവൾ എന്നോട് ചോദിച്ചു, ഇറങ്ങാൻ നേരത്ത് 1993-94 കാലഘട്ടം, അന്ന് മൊബൈൽ ഫോണൊന്നുമില്ല. എന്നോട് ചോദിച്ചു, ബ്രദർ നിങ്ങളുടെ ഫോൺ നമ്പർ തരാമോ? ലാൻഡ് ഫോൺ നമ്പർ ഞാൻ കൊടുത്തു. അതാ വിളിക്കാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു 2 ആഴ്ച, 3 ആഴ്ച, 4 ആഴ്ച നല്ല പ്രാർത്ഥന, നല്ല ഫോൺ കോളുകൾ. അതിനുശേഷം അവളുടെ വിളിയിൽ ഒരു കെണി, ഒരു ചതി, ഒരു മ്ലേച്ഛത, ഒരു പാപചിന്തയുടെ ക്ഷണനങ്ങൾ അവളുടെ സംസാരത്തിൽ. അവളൊരു ദിവസം പറയുകയാണ്, അല്ല ബ്രദറെ, ഒരു ദിവസം ഡിവൈനിൽ വരുമ്പോൾ ഞാൻ എറണാകുളത്താണ് താമസിക്കുന്നത്, എറണാകുളത്തേക്കൊന്ന് വരാമോ, നമുക്കൊന്ന് പ്രാർത്ഥിക്കാമല്ലോ. അന്ന് എൻ്റെ വീട്ടിൽ ആരുമില്ല. അലർന്ന സിംഹത്തെ പോലെ പാഞ്ഞിടക്കുന്ന പിശാച് ഒരു 10-39 വയസ്സുള്ള എൻ്റെ ജീവിതത്തിലേക്ക് അവൾ കടന്നു വരികയാണ് മൊബൈൽ ഫോണിലൂടെ. എൻ്റെ പാപത്തിന് വേണ്ടി പ്രലോഭിപ്പിക്കുക. ഞാൻ അവളോട് പറഞ്ഞു, ഈശോയുടെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, മനുഷ്യ, നീ ലോകം മുഴുവൻ നേടിയാലും, ഈ ലോകത്തുള്ള എല്ലാ സുഖവും സന്തോഷവും നേടിയാലും നിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ നിനക്ക് എന്ത് ഫലം? ആ ഒരു ഉൾക്കാഴ്ച ലഭിച്ച ഞാൻ അവളോട് പറഞ്ഞു, മോളെ, നീ ഉദ്ദേശിക്കുന്ന ആ കാവേരി ബാർ നടത്തിക്കൊണ്ടിരുന്ന പണ്ട് പാപം ചെയ്ത ആ കാവേരി അവസരപ്പറ്റുണ്ടല്ലോ, അന്ന് 89 ഡിസംബർ മാസം അവൻ മരിച്ചുപോയി. അന്ന് ധ്യാനം കൂടിയപ്പോൾ അവൾ മരിച്ചുപോയി. ഇത് പുതിയ അവസരപ്പച്ചന, നിൻ്റെ ഈ വേഷം എൻ്റെ അടുത്ത് നടക്കില്ല. മേലാൽ നീ ആരോട് ഇത് പറയരുത്. നിന്നോട് ഞാൻ ഒന്നുകൂടി ആവശ്യപ്പെടുന്നു, നീ ഒരു 5 ദിവസം വേദപാഠം പഠിക്കണം, 5 ദിവസം ധ്യാനം കൂടണം. നിൻ്റെ ഈ ദാഹം, നിൻ്റെ ഈ കൊതി, നിൻ്റെ ഈ മ്ലേച്ഛ ചിന്ത നിന്നിൽ നിന്ന് വിട്ടുപോകാൻ ഏക മാർഗ്ഗമേ ഉള്ളൂ. അല്ലെങ്കിൽ നീ നിരാശപ്പെടും. നീ ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച, നിൻ്റെ ജീവിതം ഒരു നാശത്തിലേക്ക് മാറും. ആ ഒരു ഉപദേശം വെച്ച് ഞാൻ ഫോൺ വെച്ച് പറയപ്പെട്ടു. ഞാൻ എന്താ മനുഷ്യനല്ലേ?
ഇതൊന്നും എനിക്കറിയാൻ മേലാഞ്ഞിട്ടല്ല, ഇഷ്ടമല്ലാഞ്ഞിട്ടാ. എൻ്റെ യേശുവിനെ വേദനിപ്പിച്ചിട്ട്, എൻ്റെ യേശുവിൻ്റെ വചനം ലംഘിച്ചിട്ട് ഒരു പാപത്തിൻ്റെ സന്തോഷം വേണ്ട എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ശക്തിപ്പെടുത്തി. പ്രിയ സഹോദരാ സഹോദരി, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് ഇതുപോലെയുള്ള അല്ലെങ്കിൽ മറുതലത്തിലുള്ള മദ്യത്തിൻ്റെ, മ്ലേച്ഛതയുടെ, തെറ്റായ സ്നേഹബദ്ധത്തിൻ്റെ, സെക്സിൻ്റെ ഒക്കെ പ്രലോഭനമുണ്ടാകാം. ഈ പ്രലോഭനങ്ങളെ അതിജീവിക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, യോഹന്നാൻ വിശുദ്ധ മത്തായി 11:12 പറഞ്ഞ വചനം, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി സ്വീകരിക്കണം. സ്വർഗരാജ്യം ബലപ്രയോഗത്തിൽ കൂടെ നേടിയെടുക്കണം. ബലവാന്മാർ അത് കൈവശപ്പെടുത്തുന്നു. നമുക്ക് തന്നിരിക്കുന്ന നിധി മൺകുടത്തില. ദൈവം തന്നിരിക്കുന്ന നിധി മൺകുടത്തില. എപ്പം വേണേലും താഴെ വീണ് പൊളിയാം, ഏത് നിമിഷം വേണേലും പൊളിയാം. ആ ഒരു കാഴ്ചയോടുകൂടി വേണം നീ നിൻ്റെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ. നീ ചെയ്യുന്ന ജോലി, നീ യാത്ര ചെയ്യുന്ന വാഹനം, നിൻ്റെ ജീവിതം, നിൻ്റെ മൊബൈൽ ഫോണ്, ഇതെല്ലാം ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ടതാണോ എന്ന് നീ പരിശോധിച്ചില്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നീയും അടിപതറും, നീയും താഴെ വീഴും, നീയും അന്ധകാരത്തിൽ പെട്ടുപോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. യേശുവിൽപ്പെട്ട മറ്റൊരു പ്രലോഭനം ഞാൻ എൻ്റെ കാര്യം തന്നെ പറയാം. മറ്റുള്ളവരുടെ കാര്യം നമ്മളെന്തിനാണ് പറയുന്നത്? എൻ്റെ ജീവിതത്തിലെ മറ്റൊരു പ്രലോഭനം ഞാൻ പറയാം. ഞാനിതാ കാസർഗോഡ് കാവേരി പാറടച്ചിട്ട് ഇന്നത്തേക്ക് 24 വർഷമായി. കഴിഞ്ഞൊരു 10 വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 2004 ആണെന്ന് എൻ്റെ ഓർമ്മ, 4 ചെറുപ്പക്കാർ എൻ്റെ ഭവനത്തിലേക്ക് കടന്നു വരിക. ഈ 4 ചെറുപ്പക്കാർ വന്നിട്ട് എന്നോട് പറയുകയാണ്, ഒരാൾ പരിചയക്കാരൻ, മറ്റാരും പരിചയമില്ല. ഒരാൾ പാലാക്കാരൻ, ഒരാൾ കോഴിക്കോടുകാരൻ, ഒരാൾ മലബാർ ആലക്കോടുകാരൻ, ഒരാൾ കാഞ്ഞങ്ങാടുകാരൻ. ഈ 4 ചെറുപ്പക്കാർ വന്നിട്ട് വളരെ ഭവ്യതയോടെ എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുക. അവരിയ്ക്കാൻ വേണ്ടി ഇരിക്കുന്നില്ല. 1 കിലോ കേക്ക് ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ ചോദിച്ചു, എന്താ വിശേഷം? അവരിയ്ക്കുന്നില്ല, ഭവ്യതയോടെ നിൽക്കുക. വീണ്ടും ഞാൻ പറഞ്ഞപ്പോൾ അവരിരുന്നു. അവസാനം എൻ്റെ പരിചയക്കാരൻ അവർക്ക് വേണ്ടി എന്നോട് പറയുക, ഒരു പ്രത്യേക കാര്യം പറയാൻ അവർ വന്നിരിക്കുന്നത്. നിങ്ങളേലും കാസർഗോഡ് കാവേരി പാറ അടച്ചിട്ടിരിക്കുകയല്ലേ? അതെ, നിങ്ങളതിൻ്റെ ലൈസൻസ് ഞങ്ങൾക്ക് തന്നാൽ, ഇവർക്ക് കൊടുത്താൽ അവരത് നടത്തിക്കൊള്ളും. അവർക്ക് വലിയ സന്തോഷമാവും. അവർക്ക് പ്രത്യേക ജോലിയില്ല. നിങ്ങളത് തരണമെന്ന് അഭ്യർത്ഥിക്കാൻ വേണ്ടി വന്നതായി കേൾക്കുമായിട്ട്. ഞാൻ പറഞ്ഞു, എനിക്ക് താല്പര്യമില്ലല്ലോ, എനിക്ക് താല്പര്യമില്ല. അപ്പോൾ അവർ പറഞ്ഞു, അങ്ങനെ വെറുതെ കൊടുക്കണ്ട, നിങ്ങൾ ആരും അറിയില്ല, ഒരു പുതിയ ടെക്നിക്ക് പറഞ്ഞു തരിക. ഞങ്ങൾ നിങ്ങളുടെ ഹോട്ടൽ വേണ്ട, ബിൽഡിങ് വേണ്ട, നിങ്ങളെ ലൈസൻസിൻ്റെ ഇടയിൽ ഒരു ഒപ്പിട്ട് ഒരു ആപ്ലിക്കേഷൻ തന്നാൽ മതി. ഞങ്ങൾ മറ്റൊരു ഘട്ടത്തിലേക്ക് പേര് മാറ്റി നടത്താം. ആരും അറിയില്ല. ഞാൻ പറഞ്ഞു, ദൈവം അറിയൂ? ആ ദൈവം അറിയും. ദൈവവിശ്വാസികളാ, ക്രിസ്ത്യാനികളാ. പ്രിയപ്പെട്ടവരെ, അവർ 30 വെള്ളിക്കാശിന് യൂദാസ് യേശുവിനെ ഒറ്റയെങ്കിൽ ഇതാ അവർ എൻ്റെ മുന്നിൽ 30 വെള്ളിക്കാശായിട്ട് വന്നിരിക്കുന്നു, ഞാൻ യൂദാസാകാൻ. ഇതാ ഇവർ വീണ്ടും പറയുകയാണ്. ഞാൻ പറഞ്ഞു, താല്പര്യമില്ല. അപ്പോൾ അവർ പറഞ്ഞു, അങ്ങനെ വെറുതെ തരണ്ട, 5 തരാം, 5 ലക്ഷമല്ല, 5 കോടി തരാം, ഒരു ഒപ്പിട്ട് നൽകി മതി. പ്രിയപ്പെട്ടവരെ, 5 കോടിക്കൊരൊപ്പ്. ആ പ്രലോഭനത്തിൽ വീണ്ടും അവരെന്നെ നിർബന്ധിക്കുക. ഞാൻ പറഞ്ഞു, എനിക്ക് താല്പര്യമില്ല. എനിക്ക് അറിവില്ലാഞ്ഞിട്ടല്ല ബാർ അടച്ചത്. ആ മദ്യം വിറ്റുള്ള പണം വേണ്ട, അതിന് സഹായിക്കേണ്ട, ഈ ഒരു ബോധ്യത്തിലാണ് യേശുവിൻ്റെ നാമത്തിൽ ബാർ അടച്ചെങ്കിൽ ആ ലൈസൻസിൽ വെക്കാൻ ഞാൻ തൽപരനല്ല. അന്ന് എനിക്ക് 25 ലക്ഷം രൂപ കടബാധ്യതയുള്ള സമയമാണ്. വേണേൽ മറിച്ച് ചിന്തിക്കാം, എൻ്റെ കടം കണ്ട ദൈവം ഇതാ മറ്റൊരു വ്യക്തിയിലൂടെ എന്നെ സഹായിക്കുന്നതായിട്ട് എനിക്ക് തോന്നാം. പിശാചിൻ്റെ തന്ത്രമതാ. ഞാൻ പറഞ്ഞു, വേണ്ട, പട്ടിണി കിടന്ന് മരിച്ചാലും വേണ്ടില്ല, കടം കയറിയാലും വേണ്ടില്ല, ഈ പണം എനിക്ക് വേണ്ട. അപ്പോൾ അവർ വീണ്ടും ഒരു വലിയ ബുദ്ധി പറഞ്ഞിരിക്കുക. അയ്യോ ബ്രദറെ, അങ്ങനെ 5 കോടി മുഴുവൻ നിങ്ങൾ എടുക്കേണ്ട, 2.5 കോടി ഉണ്ടല്ലോ, അത് പാവപ്പെട്ടവർക്ക് കൊടുക്ക്, വിൻസെൻ്റ് പോളിന് കൊടുക്ക്, അത് ശാലോം ടിവിക്ക് കൊടുക്ക്, ഡിവൈൻ ധ്യാനത്തിൽ കൊടുക്ക്, അട്ടപ്പാടിക്ക് കൊടുക്ക്. ഒരു നല്ല കാര്യം നടക്കില്ലേ? അല്ലെ പാവപ്പെട്ട പെണ്ണുങ്ങളെ കെട്ടിക്കാൻ പറ്റിയല്ലേ? ഇതാണ് സാത്താൻ്റെ മറ്റൊരു തന്ത്രം. പ്രിയ സഹോദരാ സഹോദരി, മദ്യം വിറ്റിട്ട്, കൈക്കൂലി മേടിച്ചിട്ട്, പാപം ചെയ്തിട്ട്, കരിഞ്ചം നടത്തിയിട്ട്, റേഷനരി മറിച്ച് വിറ്റിട്ട് നീ പള്ളി പെരുന്നാൾ നടത്തിയാൽ, ഭണ്ഡാരക്കുറ്റി കൊണ്ട് പണം ഇട്ടാൽ അവിടെ പാപം അവന് കിട്ടുമെന്ന് നീ ഒരിക്കലും വിശ്വസിക്കരുത്. ബൈബിൾ അങ്ങനെ പറയുന്നില്ലെന്ന് മാത്രമല്ല, യേശുവിനെ ഒറ്റ കൊടുത്ത 30 വെള്ളിക്കാശ്, ആ 30 വെള്ളിക്കാശ് അതാ ആ യൂദാസ് അവസാനം പള്ളിപ്പണമാക്കി മാറ്റിയെങ്കിൽ, ഭണ്ഡാരക്കുറ്റി ഇടാൻ പോയെങ്കിൽ അതിടാൻ വേണ്ടി യഹൂദന്മാർ സമ്മതിച്ചില്ല. ആ പണം കൊടുത്തു വിട്ടവർ സമ്മതിച്ചില്ല. ഇത് രക്തത്തിൻ്റെ വിലയാ, ഈ പണം ഈ ഭണ്ഡാരക്കുറ്റി ഇടാൻ പാടില്ല എന്ന് പറഞ്ഞ് അവനത് ആ പണം വലിച്ചെറിഞ്ഞ് പോയി കെട്ടിത്തൂങ്ങിച്ചത്തു. അവൻ കെട്ടിത്തൂങ്ങിച്ചത്തു. ഞാൻ പറഞ്ഞു, സാധ്യമല്ല, നിങ്ങൾ എത്ര പണം പറഞ്ഞാലും ഇത് സാധ്യമല്ല. എൻ്റെ യേശുവിനെ വിറ്റ, എൻ്റെ യേശുവിനെ വേദനിപ്പിച്ച, വചനം ലംഘിച്ചൊരു പണം എനിക്ക് വേണ്ട. ഈ ഒരു ബോധ്യത്തോടെ പറഞ്ഞു. അവർ വീണ്ടും നിർബന്ധിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെയെങ്കിൽ ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ ഡിബേയിൽ വന്ന് ഒരാഴ്ച ധ്യാനം കൂടുക. ആ ധ്യാനം കഴിയുമ്പോൾ അതിനുശേഷം ഞാൻ ആലോചിച്ച് പറയാം. ധ്യാനം കൂടി ആ ബാർ ലൈസൻസ് കിട്ടുമെന്ന് വിചാരിച്ച് ഇവർ 4 പേരിൽ 3 പേര് ഡിബേയിൽ ധ്യാനം കൂടാൻ പോകും. ഞാൻ നോക്കുമ്പോൾ അങ്ങ് താഴെ വചനം കേൾക്കുന്നുണ്ട്. എൻ്റെ പ്രസംഗം കത്തിക്കയറുന്ന സമയത്ത്, ദൈവമേ, ഔസേപ്പച്ചൻ ബ്രദർ തരുവോ, ഞങ്ങളെ പറ്റിക്കോ? അവർ കൊന്ത കയ്യിലെടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഔസേപ്പച്ചൻ ബ്രദറിൻ്റെ മാനസാന്തരത്തിന് വേണ്ടി. അങ്ങനെ പ്രാർത്ഥിച്ചു. അവസാനം പ്രാർത്ഥന കഴിഞ്ഞ് എല്ലാവരെ കൊണ്ട് കൈ ഉയർത്തി പ്രാർത്ഥിപ്പിക്കും. ആ കൈ ഉയർത്തി സ്തുതിക്കുന്ന സമയത്ത് ഇവരും കൈപൊക്കി. കൈ താത്താൻ പറഞ്ഞപ്പോൾ അവർ 5 പേര് വീണ്ടും പൊക്കി പിടിച്ചിരിക്കുക. എന്തിനാ? അവരവിടെ ഉണ്ടെന്ന് ഞാൻ കാണണം, എന്നിട്ട് വേണ്ട ലൈസൻസ് കിട്ടാൻ. പ്രിയ സഹോദരാ സഹോദരി, അതിനുശേഷം നടന്ന ജെയിംസ് കുട്ടി പറഞ്ഞ രോഗശാന്തി ആരാധനയിൽ ഇതാ ഇതിൻ്റെ നേതാവ് ഒരു മത്തച്ഛൻ, ആ മത്തച്ഛൻ്റെ കണ്ണിൽ നിന്ന് ചെതമ്പൽ പോലെ എന്ത് പൊഴിഞ്ഞു വീണു, കണ്ണിന് കാഴ്ച കിട്ടി, കണ്ണാടിയില്ലാതെ ബൈബിൾ വായിച്ചു. ആ മകൻ അതോടുകൂടി പരിശുദ്ധാത്മ നിറഞ്ഞു, ഒരു പുതിയ വ്യക്തിയായി മാറി. എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന വ്യക്തിയായി മാറി. പ്രിയ സഹോദരാ സഹോദരി, നമ്മുടെയൊക്കെ ജീവിതത്തിൽ പിശാച്
ആരെ വിഴുങ്ങുകൊണ്ട് നോക്കിക്കൊണ്ട് പല കെണികളും ചതികളും ഒരുക്കി ഒരു സ്മോൾ അടിച്ചാൽ എന്താ കുഴപ്പം? ഒരു സ്മോളല്ലേ കുഴപ്പമുള്ളൂ. ഒരു ചെറിയ പണം അത് കൈക്കൂലിയല്ല, സമ്മാനം തന്നാൽ കുഴപ്പമുണ്ടോ? ഇതാ പിശാച് പല തന്ത്രമാണ്. എൻ്റെ കണ്ണുകൊണ്ട് ഒരു ചെറിയ പാപം കണ്ടുപോയാൽ കുഴപ്പമുണ്ടോ? ഒരിക്കലിനോട് ചോദിക്കുകയാണ് ഒരു ചെറുപ്പക്കാരൻ ചോദിക്കുക, ബ്രദറേ ഞാനൊരു ബ്ലൂ ഫിലിം കാണുന്നുണ്ട്, പാപമാണോ? ഞാൻ പറഞ്ഞു പാപമാണ്. അല്ല ഞാൻ ഒറ്റയ്ക്കല്ല എൻ്റെ ഭാര്യയുടെ കൂട്ടിയെ കാണുന്നത്, അതിനും വലിയ പാപമാണ്. അതെങ്ങനെയാണ് പാപമാവുന്നത്? അവിടെ സ്ത്രീയില്ലല്ലോ, പടമല്ലേ. ഞാൻ ചോദിച്ചു, നീ ആ ബ്ലൂ ഫിലിം എല്ലാം കണ്ടപ്പോൾ നിനക്ക് എന്ത് തോന്നി? എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ നീ എന്ത് തോന്നി? പ്രാർത്ഥിക്കാൻ തോന്നിയോ? അയ്യോ ഇല്ല ബ്രദറെ, പാപം ചെയ്യാൻ തോന്നി. പ്രിയ സഹോദരാ സഹോദരി, സാത്താൻ പല കെണികളും ചതികളും ഒരുക്കിക്കൊണ്ട് നമ്മുടെ ആത്മാവിനെ നശിപ്പിക്കാൻ, നമ്മളെ നാശത്തിലേക്ക് നയിക്കാൻ, നമ്മുടെ ആത്മനാശത്തിന് വേണ്ടി അവൻ കിണഞ്ഞ് പരിശ്രമിക്കുമ്പോൾ നമ്മുടെ ലക്ഷ്യം സ്വർഗ്ഗമെങ്കിൽ ആ സ്വർഗ്ഗം ലക്ഷ്യം വെച്ച് ജീവിക്കുന്ന വ്യക്തി അവൻ്റെ ജീവിതത്തിൽ പാപം ചെയ്യുന്നില്ല. ഒരു കൊച്ചുദാഹരണം പറഞ്ഞാൽ, അമേരിക്കയിൽ ചെന്നാൽ ഒരു മാസം 10 ലക്ഷം രൂപ ശമ്പളം ലഭിക്കുമെന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, നമ്മളെ വിസയും പാസ്പോർട്ടും ഉണ്ട്. ഇപ്പോൾ പ്ലെയിൻ ടിക്കറ്റ് ഓക്കെ ആയിട്ടില്ലെങ്കിൽ ഇത് കടലിലൂടെ നീന്തിപ്പോകാൻ നമ്മൾ തയ്യാറാകും. കാരണം എന്താ? നമ്മുടെ ലക്ഷ്യം അമേരിക്കയിൽ ചെന്നാൽ 10 ലക്ഷം. ആ ഒരു വലിയ ഉൾക്കാഴ്ച ലഭിക്കുമ്പോൾ ആ വിസയും പാസ്പോർട്ടും ഉള്ള മനുഷ്യൻ അതാ കടലിലെ ഉപ്പുവെള്ളം വായിക്കുന്ന പ്രശ്നമല്ല, വെയിൽ പ്രശ്നമല്ല, തിരമാല പ്രശ്നമല്ല, അവനെങ്കിലും അവിടെ എത്താൻ വേണ്ടി ശ്രമിക്കുക. പ്രിയ സഹോദരാ സഹോദരി, നമ്മുടെയൊക്കെ ജീവിതത്തിൽ സ്വർഗത്തെക്കുറിച്ച് നിത്യജീവനെക്കുറിച്ച് പ്രത്യാശയുള്ള വ്യക്തിയാണോ? ആണോ എങ്കിൽ നിനക്ക് പരിശുദ്ധാത്മ നിന്നെ ശക്തിപ്പെടുത്തും. പരിശുദ്ധാത്മ നിന്റെ ഹൃദയത്തിൽ വന്നറിയും. നീ പാപം ചെയ്യേണ്ടി വരില്ല. വിശുദ്ധിയോടെ വിശ്വാസത്തോടെ യേശുവിന് സാക്ഷ്യം വഹിക്കാൻ നിന്നെ കൊണ്ട് സാധിക്കും. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. യേശു പ്രിയപ്പെട്ട ദൈവജനമേ, ഈ ഭൂമിയിൽ നിരവധിയായ പാവപ്രലോഭനങ്ങളിടയിൽ അലറുന്ന സിംഹത്തെ പോലെ ഓടി നടക്കുന്ന തിന്മയുടെ സ്വാധീനത്തിൽപ്പെട്ടു പോകാതെ യേശുവെ അങ്ങയോട് ചേർന്ന്, വചനത്തോട് ചേർന്ന്, വിശുദ്ധിയോടെ ചേർന്ന്, വിശ്വാസത്തോടെ കുടുംബത്തിൽ, നാട്ടിൽ യേശു സാക്ഷ്യമായിക്കൊണ്ട് ഒരു വിശുദ്ധ ജീവൻ നയിച്ച് ഒരു നാൾ സ്വർഗത്തിലെത്തി ദൈവമേ അവിടുത്തെ മുഖാമുഖം കണ്ട് സ്തുതിക്കുവാൻ ഈ പാവിയായി എന്നെ അനുഗ്രഹിക്കണമേ, അഭിഷേകം ചെയ്യണമേ. അതിനുള്ള പരിശുദ്ധാത്മാവിൻ്റെ ബലം തരണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.